എൻ്റെ പേര് ലൈസമ്മ ജോസഫ്. ഞാൻ ആലപ്പുഴ ജില്ല കുട്ടനാട് മിത്രക്കരി സെൻറ്റ് സേവിയേഴ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 മുതൽ അത്ഭുത ജപമാല കൂടുമായിരുന്നു. എനിക്ക് 20 വർഷത്തോളമായി എൻ്റെ ശരീരത്തിൽ കൊതുക് കുത്തുന്ന പോലെ ഒരു ഇതുണ്ടായിരുന്നു. കൊതുക് കുത്തുന്നതല്ല, എനിക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാകുന്നതാണ്. ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി എന്ന് വെച്ചാൽ ടെൻഷൻ ഉണ്ടായ ഉടനെ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ 2024 അത്ഭുത ജപമാല കൂടാൻ തുടങ്ങിയപ്പം മുതൽ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കിത് സൗഖ്യം തന്നാൽ ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന്. എനിക്ക് പരിപൂർണമായിട്ടും ഇപ്പം 1 വർഷമായിട്ട് പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടി. എത്ര വർഷമായിട്ടുള്ള രോഗമായിരുന്നു അത്? 20 വർഷമായിട്ട്. അത് ചേച്ചിക്ക് ടെൻഷൻ കയറുമ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കൊതുക് കുത്തണ പോലെ ഫീൽ ചെയ്യും അല്ലേ? അതെ അതെ. പക്ഷെ കൊതുക് കുത്തുന്നതല്ലായിരുന്നു, അത് അങ്ങനത്തെ ഒരു പ്രതിഭാസമായിരുന്നു. അത് അത്ഭുത ജപമാല കണ്ടപ്പോൾ മാറിപ്പോയി. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ എപ്പോഴും നാവ് കടിക്കുമായിരുന്നു. വിളിച്ചു പറഞ്ഞതായി ദിവസങ്ങളിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി. അതെ. അന്നേരം ഞാൻ അത്ഭുത ജപമാലയിൽ അച്ഛൻ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ. അച്ഛൻ പറയും പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ അതിലൊന്ന് ഞാനായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് അതിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കിട്ടി. മൂന്നാമത്തെ സാക്ഷ്യം, എനിക്ക് വായിൽ പുണ്ണ് വരുമായിരുന്നു, നിറച്ചും നാവിലും മോണയിലും എല്ലാം നിറച്ചും ഇത് വരുമായിരുന്നു. അതും അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വായിൽ പുണ്ണവരൊക്കെ പ്രാർത്ഥിച്ചോ സൗഖ്യം കിട്ടുന്നുണ്ടെന്ന്. അന്നും ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് സൗഖ്യം തരണം, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാവുന്നേ. അതും എനിക്ക് പൂർണ്ണമായും മാറിക്കിട്ടി. നാലാമത്തെ സാക്ഷ്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ 6 വർഷമായി വീട് വെച്ച് മാറി താമസിച്ചിട്ട്, അന്നേരം അതിൻ്റെ പുറകുവശത്ത് സിറ്റ് ഔട്ടിൽ എന്തോ ഒരു ജീവി വന്നിരുന്ന് ഇവിടെ ഏതോ ജീവികളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കഴിച്ച് തിന്നേച്ചു. അതിൻ്റെ ബാക്കി അവിടെ ഇടും. പിന്നെ അതിൻ്റെ കാഷ്ടവും മൂത്രവും വീണിട്ട് ഞങ്ങൾക്ക് ഭയങ്കര നാറ്റമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇതാണ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമത്തോടെ എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ ആയപ്പം ഞങ്ങളത് വല വെച്ച് പുറവശത്തെ സിറ്റ് ഔട്ട് മറിച്ച് കഴിഞ്ഞപ്പോൾ അത് അവിടെ നിർത്തി. അത് കഴിഞ്ഞപ്പോൾ അത് ഫ്രണ്ടിൽ സിറ്റ് ഔട്ടേ വന്ന് ഇത് തന്നെ ചെയ്യാൻ തുടങ്ങി. 2024 ഇവിടെ ഞാൻ ഏകദിനത്തിന് വന്നായിരുന്നു. അന്നേരം ഇവിടുന്ന് ഞാൻ ഉപ്പും പിന്നെ ഭൂതോച്ചാരണ വസ്തുക്കളും മേടിച്ചുകൊണ്ട് പോയി. അന്നേരം ഞാൻ ഹന്നാമെള്ളം തളിച്ച് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുതലേ ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മാറിക്കിട്ടി. എത്ര നാളായി മാറിക്കിട്ടിയിട്ട്? ഇപ്പോൾ അത് മാറിയിട്ട് 5-6 മാസമായി. നല്ലൊരു കയ്യടി കൊടുത്തേ. കണ്ടോ, ഇങ്ങനെയാണ് വിടുതൽ കിട്ടുക കേട്ടോ. അടുത്ത എൻ്റെ സാക്ഷ്യം, കിണറ്റിലെ വെള്ളം എല്ലാ വർഷവും ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ഞങ്ങളുടെ കിണറ്റിലെ വെള്ളം കലങ്ങും. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഭൂതോച്ചാട വസ്തുക്കൾ ഉപ്പ് കിണറ്റിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, ഹന്നാം വെള്ളവും തളിച്ചു. ഇപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അങ്ങനത്തെ ഇതും ഉണ്ടായിട്ടില്ല. അതും എന്നും ഈശോയ്ക്ക് നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം, ഈ ജൂൺ മാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച ലൈവ് ജപമാല ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വീട്ടിൽ പക്ഷികളുടെ ശല്യമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ. ഒത്തിരി പക്ഷികളുടെ ശല്യമുണ്ട് ഒരു വീട്ടിൽ കാണിക്കുന്നുണ്ട്, അത് ഈശോ എടുത്ത് മാറ്റുന്നുണ്ടെന്ന്. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ അത് ഞങ്ങളുടെ വീടായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കണക്കില്ലാത്ത പക്ഷികളൊന്നും ഇല്ലായിരുന്നു. എല്ലാം വന്ന് സിറ്റ് ഔട്ടിലും മേളിൽ റൂഫിൻ്റെ താഴെ എല്ലാം കഷ്ടിച്ചു വെക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് അത് പിറ്റേ ദിവസം മുതൽ അത് മാറിക്കിട്ടി. പൂർണ്ണമായിട്ടും പക്ഷികളുടെ ഒരു ശല്യവും ഇല്ല. അതും എനിക്ക് ഈശോ സാക്ഷ്യം തന്നു. അടുത്തതായിട്ട് എൻ്റെ സാക്ഷ്യം, കഴിഞ്ഞ 2025 മെയ് മാസത്തിൽ എനിക്ക് വെരിക്കോസ് വെയിൻ മുറിഞ്ഞ് പഴുത്ത്, അന്നേരം കാലേ ബ്ലോക്ക് ഉണ്ടായിരുന്നു വെയിനേൽ. അതെല്ലാം മാറ്റി അന്നേരം 4 മാസത്തോളം എനിക്ക് ആൻറ്റിബയോട്ടിക് മരുന്ന് കഴിക്കേണ്ടി വന്നു. എന്നിട്ടാണ് അത് കുറഞ്ഞത്. അത് കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മുട്ട് രണ്ടും മാറ്റി വെച്ചു. മുട്ട് ഓപ്പറേഷൻ ചെയ്ത് മുട്ട് രണ്ടും മാറ്റി വെച്ചു. അതിനും എനിക്ക് ഇഷ്ടം പോലെ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടി വന്നു. അതോടുകൂടി എനിക്ക് പൈൽസിൻ്റെ അസുഖമായി ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ഭക്ഷണവും കഴിക്കാൻ വയ്യ, ഒന്ന് ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, എപ്പോഴും ബാത്റൂം ടോയ്ലറ്റിൽ പോകണമെന്നുള്ള ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം ഞാൻ രാവിലെയും എഴുന്നേറ്റ് വന്ന ഉടനെ ഹന്നാം വെള്ളവും കുടിച്ച് തൈലവും വായിൽ പുരട്ടും. അത് കണക്ക് തന്നെ വൈകിട്ടും ഞാൻ കിടക്കാൻ നേരത്ത് ഹന്നാം വെള്ളവും കുടിച്ചുകൊണ്ട് കിടക്കും. 1 മാസം മുമ്പ് വരെ എനിക്ക് ഭക്ഷണമൊന്നും നല്ലതൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു ഭക്ഷണവും കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഞാൻ ഹന്നാം വെള്ളം കുടിച്ചതിൻ്റെ ഫലമായി എനിക്കത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി. ഇപ്പോൾ ഏത് ഭക്ഷണം കഴിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് എൻ്റെ ഈശോ അത്ഭുത ജപമാലയുടെ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അന്തോന്യ സുണിയാളും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു.